അത് നോക്കൂ, നമ്മുടെ മുമ്പിൽ ഷീബ എന്ന സഹോദരി തൻ്റെ മകനെ നഷ്ടപ്പെട്ടു. തൻ്റെ മകനെ ഇഞ്ചിഞ്ചായി കൊല്ലാക്കൊല ചെയ്യുമ്പോഴും ആ കാപാലികന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാപാലികന്മാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ആ കാപാലികന്മാരുടെ നേതാവാണ് ഇന്നിപ്പോൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ വന്നിരുന്ന് അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഭാവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടാ മഹാപാകികളെ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ അമ്മയുടെ കയ്യിൽ നിന്ന് അവരുടെ വീട്ടിൽ പോയി അവരിൽ നിന്ന് ഭക്ഷണം കഴിച്ച മഹാപാപികളാണ് ഈ കൊടും ചതി ചെയ്തിട്ടുള്ളത്, അല്ലേ? കേരളീയ സമൂഹം മറക്കുമോ? കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം മുമ്പുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വന്നിരുന്ന് അങ്ങ് ന്യായീകരിക്കുക. ഇതിന് രാഷ്ട്രീയമില്ല. SFIയുടെ കൊടും ക്രിമിനലുകൾ ഇതിനപ്പുറവും ചെയ്യും. ഈ അമ്മയോട് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഈ അക്ഷയിനെ ഇത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് CPM നേതൃത്വമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? MM മണിയാണെന്ന് ആർക്കാണെന്ന് അറിഞ്ഞുകൂടാത്തത്? ശരി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഈ അക്ഷയ് എവിടെ? ഈ ദേവരാഗ് എവിടെ? ഇവരൊക്കെ നോക്കൂ, മരിച്ചു കിടക്കുമ്പോഴും, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുമ്പോഴും അവൻ്റെ അമ്മയോട് പറയുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫോൺ കൊടുക്കാം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്കൊക്കെ ഇവന്മാരൊക്കെ എത്തിയെങ്കിൽ ചെകുത്താന്മാരല്ലേ ഇവന്മാർ, അല്ലേ? എന്നിട്ട് അവരുടെ പ്രതിനിധി വന്നിരുന്ന ഘോരഘോരം ന്യായീകരിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. പറയുന്നത് എന്താ? മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർ ഉണ്ടെന്നിരിക്കട്ടെ. ഉണ്ടെങ്കിൽ അവർ പറയുന്നതാണോ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കേൾക്കുന്നത്? അവർ പറയുന്നതാണോ കോളേജ് യൂണിയൻ ചെയർമാൻ കേൾക്കുന്നത്, പ്രസിഡന്റ് കേൾക്കുന്നത്? അതൊക്കെ SFIയുടെ പ്രതിനിധികളല്ലേ? എവിടെയാ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ? മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ? നിങ്ങൾ ഈ പറയുന്ന ഒരു വ്യക്തി കൊല്ലം ജില്ലയിൽ ഓടനാവട്ടം ടൗൺ വാർഡിലുള്ള ആളാണ്. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അയാളുടെ സഹോദരി ഇതുപോലെ തന്നെ തൃശ്ശൂരില് വെറ്റിനറിക്ക് പഠിച്ചിട്ടുള്ള ആളാണ്, മണ്ണുത്തിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ താങ്കൾക്ക്? അപ്പോൾ ഇത്തരത്തിൽ നട്ടാൽ കുറുക്കാത്ത നുണ പറയരുത്. ചെയ്ത പാപത്തിന് പരിഹാരമാണ് ഉണ്ടാകേണ്ടത്, പാപക്രിയയാണ് ഉണ്ടാകേണ്ടത്. ആദ്യം വേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പോയി മാതാവിന്റെ കാലിൽ തൊഴണം. വിഷയം എന്താണെന്ന് പറയൂ. ആ പ്രസ്ഥാനത്തിന് പങ്കില്ലെങ്കിൽ ഞാൻ എന്ത് പറയണം? ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ എന്താ പറയാ? താൻ ആരാന്നത് ചോദിക്കാൻ മര്യാദ കേട്ടാ മതി. അങ്ങോട്ട് വെറുതെ നിങ്ങൾ അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ വികാര വിക്ഷോഭം നടത്തി നിങ്ങളുടെ കുറച്ച് പൊറോട്ട ബാക്കിയൊക്കെ പാർട്ടി ഓഫീസിൽ തീരുമാനിച്ച് നടപ്പിലാക്കിയ കൊലപാതകം കേരളത്തിലുണ്ട്. മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് ഞങ്ങളോട് മാന്യമായി അവരിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇങ്ങ് തുള്ളി ഉറഞ്ഞു തുള്ളല്ലേ. ഈ കപട സ്നേഹം കാണിക്കല്ലേ ജ്യോതികുമാർ ചമക്കല. ഈ കപട സ്നേഹം, കപട മനുഷ്യ സ്നേഹം, കപട മനുഷ്യ സ്നേഹം വെച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഉറഞ്ഞു തുള്ളല്ലേ. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രീ ജ്യോതികുമാർ ചമക്കാല പറയുന്നതിന് മുഴുവനും മറുപടി പറയാനുള്ള സമയം ഞാൻ തരാം. എല്ലാം നമുക്ക് വലിയ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ തർക്കത്തിലൊക്കെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്ന പല ചർച്ചകളുണ്ടല്ലോ. നമുക്ക് വലിയ തർക്കത്തിലേക്കും വലിയ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്ന് നിങ്ങൾ അധിക്ഷേപം കേൾക്കാൻ വന്നവരാണ്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, നമുക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങ് പൂർത്തീകരിക്കൂ, അതിനുശേഷം സജ്ജൻ സംസാരിക്കും. ഞാൻ അങ്ങ് അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിമർശനമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ SFIയുടെ കാപാലികന്മാരാണ് അക്ഷയെ തല്ലി കൊന്ന് കെട്ടിത്തൂക്കിയത്. എന്താ തർക്കം? നോക്കൂ, ഇപ്പൊ വന്നിരിക്കുന്ന ആന്റി റാങ്കിന്റെ റിപ്പോർട്ട് എന്താണ്? അവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? വേറെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടോ? SFIക്ക് അടിയറച്ചു നിൽക്കുന്ന പാവങ്ങളായ വിദ്യാർത്ഥികൾ അവരെ കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകൽ തല്ലിക്കൊല്ലുന്നു. 2 ദിവസം 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ ഇതെന്താ രാജഭരണമാ?
ഈ രാജ്യം ജനാധിപത്യമാണ്. രാജാവ് പിണറായി മാത്രമേ ഉള്ളൂ. പിണറായി പോലും ഇന്ന് കീഴടങ്ങിയിരിക്കുന്നു. പിണറായി പോലും ഇന്ന് CBI എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ ഒരു പേരൻസിനെ മാതാപിതാക്കളെ അവരുടെ പിഞ്ചോമനെ തല്ലിക്കൊന്നിട്ട് അത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് വ്യക്തിപരമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പണി നടക്കൂല. ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം കിട്ടും വരെ ചോദിക്കും, ഒരു തർക്കവും വേണ്ട.